ഹലോ, എബിൻ തോമസ് അല്ലേ? അതെല്ലോ. ഇത് ഗ്ലോബൽ കൺസൾട്ടൻസി ഓഫീസിൽ നിന്നാണേ. UK വിസയുടെ ഒരു ഇന്റർവ്യൂ ഒന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു. ആ ഇന്റർവ്യൂ മാറ്റി വെച്ചായിരുന്നു. നെക്സ്റ്റ് ഡേറ്റ് പിന്നീട് അറിയിക്കും. ഓക്കെ. എന്തെങ്കിലും മാറ്റി വെച്ചേ? ഹലോ ഹലോ, കട്ടായല്ലോ. എടാ, നീ എറണാകുളത്തേക്ക് പോകുന്ന വേണ്ട ഒരുങ്ങുന്നൊന്നുമില്ലേ? ആ ഇന്റർവ്യൂ മാറ്റി വെച്ചമ്മേ. അവരിപ്പോ വിളിച്ചായിരുന്നു. നീ അതും നോക്കിയിരുന്ന് വെറുതെ സമയം കളയുക. നാട്ടിൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ നോക്ക്. നിന്റെ കൂടെ പഠിച്ചവരെല്ലാം ജോലിക്ക് പോയി. UK ഒക്കെ ശരിയായെങ്കിൽ തന്നെ അതിനൊക്കെ എത്ര രൂപ വേണമെന്നാണ് വിചാരിക്കുന്നത്? അതൊക്കെ എവിടെ നിന്നുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്? അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ നിനക്ക്? അതൊക്കെ റെഡി ആവുമ്മേ. കഴിഞ്ഞ ദിവസം കൂടി അവൾ വിളിച്ചതേ ഉള്ളൂ. അടുത്ത മാസം എക്സാമാ. 3rd സെമ്മിലെ ഫീസ് അടയ്ക്കാൻ സമയമായെന്ന് പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ നടക്കുമെന്നാ? അതൊക്കെ റെഡിയാവും. നീ എല്ലാം റെഡിയാവുമെന്ന് പറയും. അവസാനം എൻ്റെ മാല തന്നെ പണയം വെക്കണം. അത് തന്നെ നടക്കും. അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ. എനിക്കെല്ലാം അറിയാൻ മേലാഞ്ഞിട്ടല്ലോ. കഴിഞ്ഞ ദിവസം വന്ന ബാങ്കുകാരെ ഒരു വിധത്തിലാ ഞാൻ പറഞ്ഞു വിട്ട്. ലോണിന്റെ കുടിശ്ശേക്ക് ഒരവധി കൂടി പറഞ്ഞു. എബിനെ, നീ നിന്റെ UK ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ജോലിക്ക് നോക്ക്. എങ്കിലേ നിന്റെ പെങ്ങടെ നേഴ്സിംഗ് പഠിത്തവും ലോണും ഒക്കെ തീരത്തുള്ളൂ. അതിനിവിടെ എന്നാ ജോലി കിട്ടാനാ? നീ നോക്ക്, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഇനി അങ്ങനെ എന്തേലും നോക്കണം. I almost wish we were butterflies and lived but 3 summer days. 3 such days with you I could fill with more delight than 50 common years could ever contain. ഹലോ ഹലോ എബിനെ, എന്നെ ഓർമ്മയുണ്ടോടാ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഈ ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ല? ഹലോ എബിനെ, എന്നാടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നയന, നീ ഇപ്പൊ എവിടെയാ? അപ്പൊ നീ എന്നെ മറന്നിട്ടില്ലല്ലേ? വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ശബ്ദം കേട്ടാ ഞാൻ മറക്കോ? കോളേജ് കഴിഞ്ഞ് കൊടക്കനാലിലൂടെ പഠിക്കാൻ പോയെന്ന് കേട്ടു. പിന്നൊന്നും അറിഞ്ഞില്ല. അതൊക്കെ പറയാം. നീ ഇന്ന് ഫ്രീ ആണോ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാ. പിന്നെന്താ വിളിക്കാൻ തോന്നിയേ? എല്ലാം പറയാടാ. നീ ഇന്ന് കോട്ടയത്തേക്ക് വാ. നമ്മുടെ പഴയ സ്ഥലം ഓർമ്മയുണ്ടോ? നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ നയന. എന്തിനായിരിക്കും അവളിപ്പോ വിളിച്ചത്? ഓർമ്മയിൽ സൂക്ഷിക്കാൻ 1 വർഷമേ ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ടുള്ളൂ. 1 വർഷം. ആ 1 വർഷം സ്വപ്നത്തിൽ എന്നതുപോലെയായിരുന്നു. മനസ്സിൽ പ്രണയവർണ്ണങ്ങൾ വാരി വിതറിയ കോളേജ് ക്യാമ്പസ്. നിറമുള്ള കലാലയ ഓർമ്മകൾ ഉറങ്ങിക്കിടന്ന മനസ്സിൽ വീണ്ടും കൂടുകൂട്ടുന്നു.
ഹേയ്, ഹേയ്, ക്ലാസ്സിൽ നയന, പോയാലോ? എബിനിന്ന് ക്ലാസ് കയറിയില്ലേ? നയന ഈ അവർ ക്ലാസ് കെട്ടിയത് ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ഞാനും കയറിയില്ല. എന്നാ പറ്റി കെട്ടിയേ? ഇവിടെ ബോറായി തുടങ്ങിയോ? അതല്ലടാ, ഈ അവർ ഡ്രാമ സെക്ഷനാ, അതാ കയറാഞ്ഞത്. അടുത്തവർ റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ക്ലാസ്സാ, അതിന് കയറും. നയന, എന്നാ ഞങ്ങളങ്ങോട്ട് പൊക്കോട്ടെ? ആടാ, നമുക്ക് വെറുതെ ഒന്ന് നടന്നാലോ? ആ നയനെ, എന്ന് മുതലാ ഈ റൊമാൻറ്റിക് ലിറ്ററേച്ചറിനോട് ഇത്രയേറെ ഇഷ്ടം തോന്നിയേ? +2 ക്ലാസ്സിന്റെ അവസാന ഡേയ്സിലായിരുന്നു ഒരു ഇംഗ്ലീഷ് നോവൽ വായിച്ചത്. അതൊരു റൊമാൻറ്റിക് നോവലായിരുന്നു. ഡാർലി ജാമിസന്റെ സ്ട്രോബെറി വൈൻ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടുന്ന എഡിസണും ജെയ്ക്കും എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നി. പിന്നീട് അങ്ങോട്ട് കൂടുതൽ വായിക്കാൻ തുടങ്ങി. അതുപോട്ടെ, എബിന് സമരക്കാരോടൊന്നും പോകുന്നില്ലേ? അത് നിന്നെ കണ്ടത് മുതൽ എങ്ങോട്ടും പോകാൻ തോന്നില്ല. എപ്പോഴും ഇങ്ങനെ കൂടെ എന്തെങ്കിലും പറഞ്ഞിറക്കാൻ തോന്നുന്നു. ഞാനും ഇപ്പൊ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയെന്ന് തോന്നുന്നു. ഏതായാലും മോൻ ചെല്ല്, അടുത്ത മാസം എക്സാമാ. ഞാൻ ലൈബ്രറി വരെ പോട്ടെ. എടി, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ അഭിനെ? ഞാൻ ഈയിടെ ഒരു ബുക്ക് വായിച്ചിരുന്നു. അതിൽ പറയുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ ക്ലാസ്സിലിരിക്കുന്നതിനൊക്കെ നല്ലത് പ്രാക്ടിക്കലായി കിട്ടുന്നതെന്നാ. ആഹാ, എന്നിട്ട് വേറെന്തെങ്കിലും വായിച്ചോ? എന്റെ മോന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ഞാൻ പോട്ടെ, അവരിപ്പോ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്നെ അഭിനെ പറ. വൈകുന്നേരം കാണണേ. ഉം. ഏയ്, ചുമ്മാ ഇരിടാ, ഞാനൊരു ബുക്ക് വായിക്കായിരുന്നു. കാണട്ടെ. പ്രൈഡ് ആൻഡ് പ്രിജുഡിസ് കൊള്ളാലോ. പുതിയ ബുക്കാണോ? ഒരു റൊമാൻറ്റിക് സ്റ്റോറിയാടാ. ഉം. മഴ പെയ്തൊഴിഞ്ഞ രാത്രിയിൽ പായ്വഞ്ചിയിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന ക്യാപ്റ്റൻ ജോർജിനെ പ്രണയിച്ച സൂസന്റെ കഥ. ഓഹോ, എന്നിട്ട് പറ. എന്നിട്ടൊന്നുമില്ല, അവര് പ്രേമിച്ചു നടന്നു, അത്രേ ഉള്ളൂ. എബിനിന്ന് ക്ലാസ്സില്ലേ? എല്ലാരും കലോത്സവത്തിന്റെ തിരക്കിലല്ലേ, അതുകൊണ്ട് ചെയ്യാറില്ല. എടി, നമുക്കൊരു നോവൽ എഴുതിയാലോ? കഥ ഞാൻ പറയാം. ആ, കേക്കട്ടെ. ക്യാമ്പസിന്റെ മരത്തണലിൽ നയനയെ പ്രണയിച്ച് നടന്ന എബിൻ. എങ്ങനെയുണ്ട്? നല്ല രസമായിരിക്കില്ലേ? ഓ, എനിക്കൊരു രസം തോന്നില്ല. അല്ലെങ്കിൽ വേറൊരു കഥ പറയാം. ആ, പറ. റൊമാൻറ്റിക് ലിറ്ററേച്ചറിന്റെ പുസ്തകത്തിലെ പ്രണയത്താളുകളിൽ എബിനെ കണ്ട നയന. എങ്ങനെയുണ്ട്? അയ്യടാ, നല്ല രസമായിരിക്കും. ഒന്ന് പോ എബിനെ. പിന്നെ എബിനെ, ആ. ഈ വർഷം എക്സാം കഴിഞ്ഞ് ഫസ്റ്റ് ഇയറുകാർ ടൂറിന് പോകുന്നത് കൊടൈക്കനാലിലാ. ഉം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാ കൊടൈക്കനാൽ. ഞാൻ പോകുന്നുണ്ട്, എബിനും വരണം കേട്ടോ. ഞാനില്ല നയന. പപ്പയ്ക്ക് ഇടയായി വയ്യായി കൂടി വരിക. അത്യാവശ്യം വന്നാ വേറെ അറിയില്ലല്ലോ. അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനില്ല നയന. ഓ, എങ്കിൽ ഞാനും ഇല്ല. എബിനില്ലാതെ പോകാൻ ഒരു രസമില്ല. ആ, ഇനി 2 വർഷം കൂടെ നമ്മളിവിടെ കാണുമല്ലോ, അപ്പൊ പോവാം. പിന്നെ എബിനെ, നാളെ നീ ഫ്രീ ആണോ? എനിക്ക് ഇച്ചിരി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, നീയും കൂടെ വരണം. എന്നാ മേടിക്കാനാ? ആ, എനിക്കറിയാം. ചുരിദാറും മേക്കപ്പ് ഐറ്റംസ് അല്ലേ? അതൊന്നും അല്ലടാ, എനിക്ക് 2-3 ബുക്സ് എടുക്കണം. നീ വരണം എൻ്റെ കൂടെ. ഓക്കേ, ഞാൻ വരാം. ആ, കൊള്ളാലോ. ഇതാണ്. ഇതാണ്. നയനെ, ഇത് നോക്കി. നല്ല കളർ പടം, നല്ല ഭംഗിയുണ്ട്. ഈ ബുക്ക് എടുത്താലോ? എന്ത് വാടാ ഇത് എബിനെ? ഞാനൊരു നല്ല കാര്യം പറഞ്ഞ മനസ്സിലായി. നയന, ഇങ്ങ വന്നേ. ദേ ഇവിടെ ഹാരി പോട്ടറിന്റെ ബുക്ക്. എൻ്റെ പൊന്നെബിനെ ഒന്ന് അടങ്ങിയിരിക്കി. എന്നാ നീ എടുക്ക്. എബിനെ ഇത് നോക്കിയേ. കൊള്ളാലോ. ചേട്ടാ, വേറെ റൊമാൻറ്റിക് ബുക്സ് ഒന്നുമില്ലേ? നെക്സ്റ്റ് വീക്ക് കുറേ റൊമാൻറ്റിക് ഫിക്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ വരണേ. തോമസേ, ഇവിടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്ക്. ഹേയ്, നയനക്കായി 2 റൊമാൻറ്റിക് നോവലുകൾ ഞാൻ വാങ്ങിച്ചായിരുന്നു. ആ, കാണട്ടെ. ഇതാ. കൊള്ളാലോ. അപ്പൊ അല്പം കലാബോധമൊക്കെ ഉണ്ടല്ലേ? പിന്നെ വായിരിക്കി. ഞാൻ ഓർക്കുന്നതിനാ, നമ്മളെപ്പോലെ എത്രയോ പേര് ഈ മരത്തണലിൽ ഇരുന്ന് പ്രണയിച്ചിട്ടുണ്ടാവും.
ഈ മരങ്ങളുടെ ആയുസിനോളം വരുമായിരിക്കും. ഉം. ശരിക്കും 1 വർഷക്കാലം കഴിഞ്ഞതുപോലും എത്ര പെട്ടെന്നായിരുന്നു അല്ലേടാ? ഇവിടുത്തെ കാറ്റിനെയും ക്ലാസ് മുറികളെയും ഒക്കെ എത്രമാത്രം പ്രണയിച്ചു. ജീവിതത്തിൽ എന്നെന്നും ഓർക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. നാളത്തെ എക്സാം കൂടെ കഴിഞ്ഞാ പിന്നെ എത്ര ദിവസം കൂടെ കഴിഞ്ഞാ ഒന്ന് കാണാ? അതിന് ഞാനെങ്ങോട്ടും പോകുന്നില്ലല്ലോ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. എടി ഞാൻ ഈ ബുക്ക് കൊണ്ടുപോവാ. അതിന് എബിൻ ഇതൊക്കെ വായിക്കുമോ? വായിച്ചില്ലേലും ഇതെന്റെ ഇരിക്കട്ടെ. നീ ഇപ്പോഴും കൂടെ ഉള്ള പോലെ തോന്നും. മെർലിൻ, നൈന ഇന്ന് വന്നില്ലേ? വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നില്ല. നയന ഇനി കോളേജിലേക്കില്ലെന്ന് ആരോ പറയുന്ന കേട്ടായിരുന്നു. അവരെല്ലാം ഫാമിലിയായി ഇവിടുന്ന് പോയി. കൊടൈക്കനാലിൽ എവിടെയാണെന്നാണ് കേട്ടത്. ശ്ശേ. വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നുണ്ട്. ശ്ശേ. ഇനി നയന കോളേജിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ഒരു പ്രതികരണം പോലും ഇല്ലല്ലോ. നമുക്കിവിടെ വരെ പോയാലോ കൊടൈക്കനാലിൽ? അതൊന്നും ശരിയാകില്ലടാ. ഒരു വാക്ക് പോലും പറയാതല്ലേ അവൾ പോയത്. നയന കോളേജിലുണ്ടായിരുന്നപ്പോൾ 1 വർഷം പോയത് പോലും എത്ര പെട്ടെന്നായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വരാനായി താല്പര്യമില്ലാത്ത പോലെ. പഠിത്തം നിർത്തിയാലെന്ന് ആലോചിക്കുക. അങ്ങനൊന്നും പറയാതടാ. ഒരാഴ്ച കഴിയുമ്പോൾ നയന കോളേജിലേക്ക് മടങ്ങി വരും. ആ വരട്ടെ. അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. മോളെ നേരത്തെ പറഞ്ഞേ. തിരുവല്ലാന്ന് ജോവച്ചാനും ഷെർലിയാൻ്റെയും വരുന്നുണ്ട്. നേരത്തെ തന്നെ വരണേ. മാക്സിമം നേരത്തെ വരാം. ശ്ശേ. ശ്ശേ. ഉഫ്. ശ്ശേ. ശ്ശേ. എന്നെ ചെയ്യുന്ന. ഉഫ്. ഓക്കെ. വന്നിട്ട് ഒരുപാട് നേരമായോ? നീ ഇനി വരത്തില്ലെന്നാ വിചാരിച്ചത്. ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. ബൈക്ക് സ്റ്റാർട്ടാകുന്നില്ല എന്നടി. പിന്നെ കുറെ നോക്കിയതിന് ശേഷമാണ് സ്റ്റാർട്ടായ. നിന്റെ ആ പഴയ ബൈക്കാണോ ഇപ്പോഴും? ഓ, കുറെ പഴയതായി. നീ അത് കളയാറായില്ലേ? പുതിയൊരു ബൈക്ക് എടുക്കടാ. നിനക്കങ്ങനെ പറയാം. വീട് ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാന്ന് എനിക്കറിയത്തുള്ളൂ. എന്നെ പറ്റിയടാ നിനക്ക്? നീ പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. കോളേജിലെ ഏറ്റവും വൈബ് നീ അല്ലായിരുന്നോ? ഇപ്പൊ എന്നെ പറ്റി? പഴയ പോലൊന്നും അല്ല നയന. ഇപ്പം എല്ലാം മാറിയിരിക്കുന്നു. കോളേജ് കഴിഞ്ഞ സമയത്തായിരുന്നു പപ്പ മരിച്ചത്. പപ്പ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും അത് അറിഞ്ഞില്ല. ഇപ്പൊ പഠിക്കുന്നതിനിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് അതെല്ലാം തീർക്കുക. സോറിടാ, ഞാൻ ഒന്നും അറിഞ്ഞില്ല അഭിനെ.
പിന്നെ പെങ്ങടെ നേഴ്സിംഗ് പഠനം, അമ്മയുടെ കാര്യങ്ങൾ, വീട്ടിലെ ചിലവ്, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും നീ അന്നും ഇന്നോ ആഡംബരത്തിലല്ലേ ജീവിക്കുന്നത്? വീട്ടിലെ ഏക മകൾ, നല്ലൊരു വീട്, ഫ്ലാറ്റ്, കാറ്, എല്ലാത്തിനും ജോലിക്കാർ, പിന്നെ മേക്കപ്പ് ഇടാൻ ആളുകൾ. നിനക്കെന്താ ഇല്ലാത്തത്? എടാ പോടാ, നമ്മൾ എത്ര നാളായി കണ്ടിട്ട്. നിനക്ക് എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ? എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്യുമായിരുന്നില്ലേ? ഒന്നിനും മനസ്സനുവദിച്ചില്ല നൈനെ. പിന്നെ എൻ്റെ പഴയ ഫോൺ നിലത്ത് വീണ് ഡിസ്പ്ലേ എല്ലാം പോയി. അങ്ങനെ നമ്പറെല്ലാം കിട്ടാതായി. അതുമല്ല, ഞങ്ങളുടെ ഒരു പഴയ തറവാടാ. അതിപ്പോൾ ഏത് സമയം ബാങ്കുകാർ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ്. അത് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. ഇതെല്ലാം അറിയുമ്പോൾ ഉള്ള സ്നേഹം കൂടെ ഇല്ലാതാവുമെന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും അറിയിക്കാഞ്ഞത്. നീ എന്നെപ്പറ്റി അങ്ങനെയാണോ വിചാരിച്ചത്? എടാ നോക്കടാ, നീ എന്നെപ്പറ്റി അങ്ങനെയൊക്കെയാണോ വിചാരിച്ചു വെച്ചേക്കുന്നത്? എനിക്കൊന്നും അറിയില്ല നയനെ. ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് എല്ലാം ചിന്തിക്കുന്നത്. എബിനെ, നീ ഫോൺ എടുക്ക്. വേണ്ട, ബാങ്കിൽ നിന്നുള്ള കോളാ. എടാ, നിന്റെ ഫോൺ മുഴുവൻ പൊട്ടിയാണല്ലോ ഇരിക്കുന്നത്. നീ ഇനി ഫോൺ യൂസ് ചെയ്യണ്ട. എൻ്റെ ഫോൺ എടുത്തോ. പോകുമ്പോൾ ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചോളാം. വേണ്ടടി. വേണം, നീ എടുത്തോ. നീ ഓർക്കുന്നുണ്ടോടാ, നമ്മൾ അവസാനമായി കണ്ട ദിവസം, ലാസ്റ്റ് എക്സാമും കഴിഞ്ഞ് ക്യാമ്പസിലെ ബദാം മരച്ചുവട്ടിൽ നിന്നത്? പെയ്തു തോർന്ന മഴയിൽ ഇലകളിൽ നിന്ന് വീണ ജലഗണങ്ങൾ എൻ്റെ കവളിൽ പതിച്ചപ്പോൾ നിന്റെ വിരലുകൾ കൊണ്ട് മായ്ച്ചത്, പിന്നെ എൻ്റെ ഹൃദയത്തിൽ തലോടി കടന്നുപോയത്. നീ ഇപ്പോഴും അതൊക്കെ ഓർക്കുന്നുണ്ടോടി? ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുന്നടാ. നിന്നോട് അടങ്ങാത്ത പ്രണയമായിരുന്നല്ലോ എന്നും. അന്ന് നമ്മൾ പിരിഞ്ഞേ പിന്നെ നീ കൊടൈക്കനാലിൽ പഠിക്കാൻ പോയെന്ന് ആരോ പറഞ്ഞായിരുന്നു. പ്രണയ സാഹിത്യത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനുള്ള ആഗ്രഹമായിരുന്നു എന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാനായി കൊടൈക്കനാലിലെ കോളേജിലെത്തിച്ചത്. കോടമഞ്ഞിനെയും ഇലകൾ കൊഴിഞ്ഞ ശിശിരകാലത്തെയൊക്കെ കാണുമ്പോൾ നിന്നോടൊപ്പമുള്ള പ്രണയകാലം ഞാൻ ഓർത്തിരുന്നു. നയനെ, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വീട്ടിലെ ഓരോ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നേ. അതിനിടയിൽ ഇതൊക്കെ എങ്ങനെ ഓർക്കാൻ? പിന്നെ എന്താ ഇപ്പൊ കാണണം തോന്നിയേ? അതൊക്കെ പറയാം. നിനക്കെന്നാ കഴിക്കാൻ പറയേണ്ടത്? പറഞ്ഞു സർ, മെനു കാർഡ്. ഓക്കെ, 2 ഫ്രഷ് ജ്യൂസ്. ഓക്കെ, വേറെന്തെങ്കിലും? വേണ്ട, ഓക്കെ മതി. ഓക്കെ, ശരി. താങ്ക്സ്. പിന്നെ പറ. ഞാൻ ഇവിടുന്ന് പോവുക എബിനെ. എങ്ങോട്ട്? നെക്സ്റ്റ് വീക്ക് ഞാൻ UK പോവാടാ, ലിറ്ററേച്ചറിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ. എൻ്റെ ഇഷ്ട സബ്ജക്റ്റായ റൊമാൻറ്റിക് ലിറ്ററേച്ചർ മാസ്റ്റർ ഡിഗ്രി ചെയ്യണം. അതെൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. അതിനു മുമ്പ് നിന്നെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. പോകുന്നതിന് മുമ്പെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. അല്ല, ഈ റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഒരു കോഴ്സൊക്കെയാണ് ഇപ്പോൾ. അങ്ങനെയൊക്കെയുള്ള കോഴ്സ് ഉണ്ടോടാ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റാണ്. ഞാൻ അതിൽ കുറച്ച് റിസർച്ച് ചെയ്തു. കിട്ടാവുന്നതിൽ മാക്സിമം റെഫറൻസ് നടത്തി. പിന്നെ ഒരു വർഷം നിന്നോടൊപ്പം കോളേജ് ക്യാമ്പസിൽ പ്രണയിച്ച് നടന്നൊക്കെ മതിയല്ലോ റൊമാൻറ്റിക് ലിറ്ററേച്ചറിനോട് താല്പര്യം തോന്നാൻ. 1 വർഷം കഴിഞ്ഞ് കൊടൈക്കനാലിലെ കോളേജിൽ പഠിക്കാൻ പോയപ്പോഴൊക്കെ നിന്നോടൊപ്പമുള്ള ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വീണ്ടും ക്യാമ്പസിലേക്ക് പോകാൻ തോന്നടി. ഞാൻ അത് പറയാതിരിക്കുമായിരുന്നു എബിനെ. നമ്മൾ ഒരുമിച്ച് നടന്ന ക്യാമ്പസിൽ വീണ്ടും പോകണം. എല്ലായിടവും ചുറ്റി നടന്ന് കാണണം. ഇമോഷൻ ആൻഡ് പാഷൻ. പ്രണയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയാൽ വൈകാരികതയും അഭിനിവേശവും ഞാൻ അനുഭവിച്ചു. ഒരു കലാകാരൻ്റെ മനസ്സിലൂടെ വരുന്ന ഇമാജിനേഷൻ പോലെ ഏകാന്തതയും രാത്രിയുടെ യാമങ്ങളിലൂടെ കടന്നു പോകുന്ന മൗന നൊമ്പരങ്ങളും ഞാൻ അനുഭവിച്ചു. ലിറ്ററേച്ചറിന് പഠിക്കുമ്പോൾ കുറേ ഇംഗ്ലീഷ് നോവലുകൾ വായിച്ചു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം പ്രണയം പറയുന്ന ഗബ്രിയേൽ മാർക്കേസിൻ്റെ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. പരസ്പരം വിലമതിക്കുമ്പോൾ തമ്മിൽ പ്രണയം തോന്നുന്നുവെന്ന് കാണിച്ചു തരുന്ന നിക്കോളാസ് പാക്കിൻ്റെ എവോക്ക് ടു റിമെമ്പർ. അങ്ങനെ എത്ര റൊമാൻറ്റിക് നോവലുകൾ വായിച്ചു. ഞാൻ നിന്നെ ഒത്തിരി ബോറടിപ്പിക്കുന്നല്ലേ? നീ പറ, നമ്മുടെ കോളേജിലെ ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ടോ? എല്ലാവരും ഇവിടം വിട്ട് പോയില്ലേ? ആരും ഇല്ല ഇപ്പോൾ. പ്രിൻസി ആൻഡ്രിയും ദുബായിലുണ്ട്.
ആൻഡ്രൂസ് UK പോയി. എല്ലാരും പോയടി. ഇപ്പൊ നമ്മൾ മാത്രം ഉണ്ട് നാട്ടിലല്ലേ? 2 ദിവസം കഴിഞ്ഞാൽ നീയും പോവുമല്ലോ, പിന്നെ ഞാൻ മാത്രമാവും. എബിനെ, നീയും വാ UK-യിലേക്ക്. എടി ഞാനും UK-യിലേക്ക് പോകാൻ നോക്കുക. അതിനുള്ള പേപ്പർ വർക്കില്ല. ആഹാ, എങ്കിൽ നീയും വാ അങ്ങോട്ടേക്ക്. എനിക്കൊരു കൂട്ടാവുമല്ലോ. അതിനെ കുറിച്ച് പൈസ റെഡിയാക്കാനുണ്ട്. അതിൻ്റെ ഓട്ടത്തിൽ തന്നേനാ. എറണാകുളത്ത് ഇന്നൊരു ഇൻ്റർവ്യൂ നടക്കേണ്ടതായിരുന്നു, പിന്നെ അത് മാറ്റിവെച്ചു. ക്യാഷ് റെഡി ആയാൽ ഉടനെ പോകാം. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാടാ. കൊടൈക്കനാലിലെ കോളേജ് ഡേയ്സ്, ക്ലാസ്മേറ്റ്സും സീനിയേഴ്സുമായി കുറേ ആൺകുട്ടികളെ കണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കൊന്ന് വിളിക്കാൻ മേലായിരുന്നു എന്നെ. പലപ്പോഴും ഓർക്കും വിളിക്കാൻ, പിന്നെ വേണ്ടെന്ന് വയ്ക്കും. ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കൊടൈക്കനാലിൽ പപ്പ പുതിയ എസ്റ്റേറ്റ് റിസോർട്ടും വാങ്ങിയത്. പിന്നെ എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവായിരുന്നു. ഒരു യാത്ര പോലും പറയാതല്ലേ നീ അന്ന് ഇവിടുന്ന് പോയത്. പിന്നെ കുറേ നാളുകൾ മനസ്സിലങ്ങ് ശൂന്യതയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതായി. ദിവസങ്ങളെടുത്തു അത് മാറി വരാൻ. പിന്നെ എല്ലാം ഞാൻ മറക്കാൻ പഠിച്ചു. എബിനെ, നിന്നെ പിരിഞ്ഞതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ടായിരുന്നു. എൻ്റെ നിശബ്ദ പ്രണയങ്ങളിൽ നീ ഒപ്പം ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ വലിയ സന്തോഷം. എബിനെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പഴയതെല്ലാം നിൻ്റെ മനസ്സിലുണ്ടല്ലോ. ഒരു വർഷമേ ഞാൻ ഈ ക്യാമ്പസിലുണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്നുകൂടെ ഒന്നായാലോ? പഴയ പോലെ, ക്യാമ്പസിലെ പ്രണയം പോലെ ഒന്നുകൂടെ ഒന്നായാലോ? നീ എന്താടാ ഒന്നും മിണ്ടായിരിക്കുന്നേ? എന്തേലും ഒന്ന് പറയടാ. അതിനെ ആദ്യമായിട്ടൊരു പെൺകുട്ടിയുടെ ഇഷ്ടം തോന്നിയത് നിന്നോടായിരുന്നു. എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു നിന്നോടുള്ള പ്രണയം. പക്ഷേ ഇപ്പോഴത്തെ വീട്ടിലെ സാഹചര്യം ഓർക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പലതും വേണ്ടെന്ന് വെക്കാനും മറക്കാനും തോന്നുക. എടാ, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സെറ്റാക്കാം. നിന്റെ തറവാട് വീട് ബാങ്കുകാരൊന്നും കൊണ്ടുപോയില്ല. എബിനെ, ക്യാഷിൻ്റെ പ്രശ്നമൊക്കെ ഞാൻ സെറ്റാക്കാം. അതൊന്നും ശരിയാകില്ലടി. എടാ, നിനക്ക് UK പോകാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നീ അവിടെ വാ എൻ്റെ കൂടെ. താഴ്വരയിലെ പൂന്തോട്ടങ്ങളിൽ വിരിയുന്ന ഐറിസ് പൂക്കളെയും ഡാഫോഡിൽ പുഷ്പങ്ങളെയും ഇലകൾ കൊഴിഞ്ഞു നിൽക്കുന്ന സൈപ്രസ് മരങ്ങളും ഒക്കെ കാണണം. നമുക്കായി മാത്രം കരുതി വെച്ച ഋതുഭേദങ്ങൾ ഓരോന്നായി ആസ്വദിക്കണം. നീ വാ. സംസാരിച്ചെന്ന് നേരെ ഒരുപാടായത് അറിഞ്ഞതേയില്ല. ഞാൻ നിന്റെ വീട്ടിലേക്ക് നാളെ വരാം. നമുക്ക് ഇറങ്ങാം അബിനെ. നൈനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ അബിനെ? 2 ദിവസം കഴിഞ്ഞാൽ നീ അങ്ങ് പോവല്ലോ. അവിടെ ചെന്നാൽ നീ എന്നെ മറക്കുമോ? എടാ, 3 വർഷക്കാലം നിന്നെ ഞാൻ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല. എന്നാലും നിന്നോടുള്ള പ്രണയം എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടല്ലേ നിന്നെ ഇപ്പോൾ വിളിക്കാൻ തോന്നിയതും നമ്മളിവിടെ കണ്ടതും. പിന്നെ എങ്ങനാടാ ഒരാഴ്ച കൊണ്ട് നിന്നെ മറക്കുന്നേ? സോറി നയന, നിന്നെ നഷ്ടപ്പെടുന്നത് ഒരിക്കൽ കൂടി എനിക്ക് താങ്ങാൻ കഴിയില്ല. അതാ. എബിനെ, എന്ന് നിന്നെ മാത്രമേ ഞാൻ സ്നേഹിച്ചിരുന്നുള്ളൂ. സ്റ്റിൽ ഐ ലവ് യു എബിൻ. ഐ ലവ് യു. ഗ്രീഷ്മ ഋതുവിലെ 3 ദിനങ്ങൾ മാത്രം ആയുസുള്ള വർണ്ണപതംഗമായി മാറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോകുകയാണ്. നിന്നോടൊപ്പമുള്ള ആ 3 ദിനരാത്രങ്ങൾ 1000 വസന്തകാലം നൽകുന്ന അനുഭൂതിയേക്കാൾ അധികമായിരിക്കും. ആ 3 ദിനങ്ങൾക്കായി എൻ്റെ സങ്കല്പ മനോരഥം അണിയിച്ചൊരുക്കും.